You are watching TV Next. ജയ ജുവല്ലറി കാരക്കോണം. ഞങ്ങളുടെ ജുവല്ലറിയിൽ നിന്നും 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ നൽകുന്നു. പ്രൊപ്പറേറ്റർ NS ജയഹർ. ജയ ജുവല്ലറി കാരക്കോണം. 10 vibrant years of trust, technology and togetherness. From smartphones to smart service, we have grown with you. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ കരക്കോണമാണ്. അപ്പോൾ for more details contact us today. Opening shortly in പാറശാല. ആദ്യമായി കൺഗ്രാജുലേഷൻ ജയപ്രസാദ് ജി. പുതുത്തൽ ഗ്രാമപഞ്ചായത്തിലെ കാലായ വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. നമ്മുടെ പ്രത്യേകിച്ച് പറയാമെന്ന് വളരെ 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 സന്തോഷമാണ്. ഈ കാണുന്ന എല്ലാവരും നമ്മുടെ പ്രവർത്തകരാണ്. വളരെ ഓടി നടന്ന് ആത്മാർത്ഥമായി ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും 99% ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്നലെ നമ്മൾ രുചിച്ചത്. കാരണം അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ BJP രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, ഇതെല്ലാ ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആൾക്കാരും, അതുപോലെ കക്ഷി രാഷ്ട്രീയം അല്ലാതെ എല്ലാ മതത്തിലുള്ള എല്ലാ ജാതിയിലുള്ള അങ്ങനെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ പരക്കെ വന്നെങ്കിലും ഇത് എന്നെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വിജയം അനുഭവിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞു പ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്. അപ്പോൾ അതിൽ നിന്നൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തി മത്സരരംഗത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളി പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പൊതുവിലുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ, അതുപോലെ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മുടെ വോട്ടർമാരെ കാണുമ്പോൾ അവർ ഇങ്ങോട്ട് പറയുന്നത് അതാണ്. നമുക്ക് വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നുമല്ല, അവർക്ക് എന്താണ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് അത് ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അവർക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പം ജയപ്രസാദ് ജി ജയിച്ചതിലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആവശ്യം? വളരെ വളരെ സന്തോഷമാണ്. നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു പയ്യനുമാണ്, ഒരു പാവപ്പെട്ട ഒരു പയ്യനാണ്. ഏത് കാര്യത്തിനും വിളിച്ചാലും വരും, എത്തുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു നല്ലൊരു വ്യക്തിയാണ്. എന്താ പറയുക? നമ്മുടെ ഇതുവരെയുള്ള പല ഭരണങ്ങളും മാറി മാറി വന്നിട്ടുണ്ട്. എന്നാലും BJP കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മുടെ ജയപ്രസാദ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജനക്ഷേമപരമായ കാര്യങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏത് രാത്രിയിലും എന്താവശ്യം വിളിച്ചാലും ഇന്ന പാർട്ടി എന്നില്ല, ഏത് പാർട്ടിക്കാർ വിളിച്ചാലും കോടിയാണെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്ന പല പല കാര്യങ്ങളും ഈ വാർഡിൽ അങ്ങനെ അറിയിക്കാറില്ല. നമ്മുടെ BJP കാൻഡിഡേറ്റ് എന്ന നിലയിൽ ജയപ്രസാദിന് കഴിയും. നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. ഈ ഇലക്ഷൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെ ജയപ്രസാദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ജാതി മതം അതെല്ലാം മറന്നാണ് ഒരേ ഒരാളെന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു രീതിയിൽ കാഴ്ചപ്പാട് ഉള്ള ഒരാളാണ്, ദീർഘവീക്ഷണമുള്ള ഒരാളാണ്, പാവപ്പെട്ടവനായ ഒരാളാണ്. അപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമ്മൾ കരുതുന്നു. കൂടെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ജയപ്രസാദ് നമ്മുടെ സുഹൃത്തും സഹോദരനുമാണ്. അപ്പോൾ അതനുസരിച്ച് ഉള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അദ്ദേഹത്തിനെ കൂടെ നിർത്തി മുമ്പോട്ടുള്ള നീക്കങ്ങളിലും അദ്ദേഹം കൂടെ ഉണ്ടാവും. ഈ കാലായി വാർഡിൽ കൂടെ ഉണ്ടാവുമെന്ന് ജനങ്ങൾക്ക് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലയിൽ നമ്മൾ ഉറപ്പ് നൽകുന്നു. ജയപ്രസാദ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കഴിയുന്ന ആളാണ്. അപ്പോൾ ഇനി നല്ല രീതിയിൽ ആൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാം പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. ജയപ്രസാദിന് എല്ലാ പിന്തുണയും നൽകണം. നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ മറ്റംഗങ്ങൾ ഒരുപാടുണ്ട്, അവരോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു? തീർച്ചയായിട്ടും 100% എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതലുണ്ട്. കാര്യം അവർ തന്നെയാണ് ഈ വിജയത്തിൻ്റെ എല്ലാം ആധാരം. കാര്യം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചക്കാരൻ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ചില സാഹചര്യം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്കിലും അവരാണ് ഈ വാർഡിൻ്റെ 100% ഏരിയയിലും പ്രവർത്തിച്ചിട്ടുള്ള. ഈ വിജയം ഈ നാട്ടിലെ എല്ലാ പ്രവർത്തകരായ വോട്ടർമാരും അമ്മമാർ സഹോദരിമാർ ഈ 100 കണക്കിൽ പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഒപ്പം തന്നെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുകയും വീണ്ടും ഒരു 2 വർഷം കൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്ക് ഭരിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.